ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് EU കോർട്ട് ഓഫ് ജസ്റ്റിസിനെ പറ്റിയിട്ടാണ്. യൂറോപ്യൻ യൂണിയൻ സുപ്രീം ജുഡീഷ്യൽ അതോറിറ്റിയാണ് ഈ കോടതിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് യൂറോപ്പിലെ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അവർക്കൊരു നിയമമുണ്ട്, അതനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടും അതനുസരിച്ച് വിധിന്യായം പുറപ്പെടുവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ കോടതി സ്ഥാപിതമായിട്ടുള്ളത്. ഇതിന് രണ്ട് പാർട്ടാണുള്ളത്, കോർട്ട് ഓഫ് ജസ്റ്റിസും ജനറൽ കോടതിയും. കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ അതിൽ ഓരോ മെമ്പർ സ്റ്റേറ്റിനും, നമ്മൾ പറഞ്ഞത് ഒരു യൂണിയനാണ്, അപ്പോൾ ഓരോ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ഓരോ ജഡ്ജിയെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതനുസരിച്ച് ഈ കോടതിയിൽ 27 ജഡ്ജിമാരും 11 അഡ്വക്കേറ്റ് ജനറൽസും ഉണ്ട്. ഇനി ജനറൽ കോടതിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മെമ്പർ സ്റ്റേറ്റ്സിന് 2 ജഡ്ജിമാരെ വീതമാണ് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതനുസരിച്ച് 54 ജഡ്ജിമാർ അവിടെ ഉണ്ട് നമുക്ക് കാണാം. ലക്സംബർഗിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. 2022 മാത്രം 808ഓളം EU റിലേറ്റഡ് കേസുകൾ, അതായത് യൂറോപ്യൻ യൂണിയൻ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഇത് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് ആണ് ഇതിന്റെ വർക്കിംഗ് ലാംഗ്വേജ് എങ്കിലും യൂറോപ്പിലെ 24 ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഏത് ഉപയോഗിച്ചും ഇതിന്റെ പ്രൊസീഡിങ്സ് റൺ ചെയ്യാവുന്നതാണ്. ഇനി ഇതൊരു രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്, അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് EUവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കേസുകൾ വരുമ്പോൾ അതിനെ റെഫർ ചെയ്യുന്നത് ഈ കോടതിയിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.